നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗികാരോപണങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചില പരിപാടികളിൽ പങ്കെടുക്കുന്നത് തടയുമെന്ന് BJPയും അതുപോലെ തന്നെ DYFIയും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ്, താക്കീതൊക്കെ നൽകുന്നു, പ്രതിഷേധം ശക്തമാക്കുന്നു. തന്റെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സജീവമാകുമ്പോൾ പോലും വെല്ലുവിളികളും അതുപോലെ തന്നെ താക്കീതുകളും ഒക്കെ ഒരു വശത്ത് ശക്തമായിരുന്നു. അതിനിടയിലാണ് ഒരു CPM നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം വേദി പങ്കിടുന്നു. അതുപോലെ തന്നെ BJPയുടെ നഗരസഭാ അധ്യക്ഷ പ്രമീള അവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടുന്നു. ഇത് രണ്ട് വനിതാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടതോടെ ഈ പ്രതിഷേധവുമായി വന്ന BJPക്കും DYFIക്കും വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ട് അത് വലിയൊരു കനത്ത പ്രഹരമായി തന്നെ അത് മാറിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ പട്ടയമേളയിൽ മന്ത്രി കൃഷ്ണൻകുട്ടിക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പങ്കിട്ടിരിക്കുകയാണ്. മന്ത്രി കൃഷ്ണൻകുട്ടിക്കും ശാന്തകുമാരി MLAയ്ക്കും ഒപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. തീർച്ചയായിട്ടും DYFIയുടെ ഒക്കെ പ്രതിഷേധം, അതായത് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല, ഒരു MLA എന്ന രീതിയിൽ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ സമ്മതിക്കില്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എവിടെ വേണമെങ്കിലും പങ്കെടുത്തോളൂ, പക്ഷേ ഒരു MLA എന്ന രീതിയിൽ ഒരിടത്തും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന DYFIയുടെ വെല്ലുവിളിയൊക്കെ നിൽക്കവെയാണ് ആദ്യം ഒരു CPM വനിതാ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടുന്നു. ഇപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. DYFIക്ക് ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പാലക്കാട് BJP നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത് BJPക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പാലക്കാട് BJP നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത് വലിയ വിവാദമായതിനു പിന്നാലെയാണ് മന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട സംഭവം ഉണ്ടായത്. എന്തായാലും എല്ലാവരും പ്രതിഷേധവുമായി വന്നവർക്കൊക്കെ തിരിച്ചടിയായി മാറുകയാണ് ഓരോരുത്തരും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. പാലക്കാട് കല്ലടിക്കോട് നടന്ന യൂത്ത് ലീഗ് പൊതുസമ്മേളനത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. ലൈംഗികാരോപണ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടിയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. പിന്നാലെയാണ് യൂത്ത് ലീഗിന്റെ പരിപാടിയിലും പങ്കെടുത്തിരിക്കുന്നത്. വിവാദങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതും ലീഗിന്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വിവാദങ്ങൾക്ക് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശേഷവും കോൺഗ്രസ് പരിപാടികളിൽ ഇതുവരെ രാഹുൽ പങ്കെടുത്തിട്ടില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ശക്തമായിരുന്നു. വളരെ സെലക്റ്റീവായിട്ടുള്ള പരിപാടികൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം യൂത്ത് ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. LDF സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. 9.5 വർഷക്കാലത്തെ അവഗണന ഓർത്തുവെച്ച് 2026 പലിശ സഹിതം ഈ നാട് മറുപടി നൽകുമെന്ന് മുഖ്യമന്ത്രിയോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സേനയിൽപ്പെട്ട ആരാധകനോ ഒരു സംശയം വേണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 9.5 വർഷമാകുമ്പോഴാണ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഈ സർക്കാർ ആലോചിക്കുക പോലും ചെയ്യുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഈ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ പട്ടയമേളയിൽ മന്ത്രി കൃഷ്ണൻകുട്ടിക്കും ശാന്തകുമാരി MLAയ്ക്കും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും പങ്കെടുത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം പാലക്കാട് BJP നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത് വലിയ വിവാദമായതിനു പിന്നാലെയാണ് മന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു. ആശാ പ്രവർത്തകരുടെ സമരവേദിയിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തി. കൈകൊടുത്തും കെട്ടിപ്പിടിച്ചുമാണ് ആശാപ്രവർത്തകർ രാഹുലിനെ വരവേറ്റത്. നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമായിരുന്നു രാഹുൽ ആശമാരുടെ സമരവേദിയിലെത്തിയത്. സമ്മേളനം തുടങ്ങുമ്പോഴും രാഹുൽ സമരവേദിയിൽ ഉണ്ടായിരുന്നു. അതേസമയം അവിടെ നാടകീയമായ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറി. സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്താൻ വൈകുന്നത് രാഹുൽ അവിടെ ഉള്ളതുകൊണ്ടാണെന്ന് അഭ്യൂഹമുയർന്നു. തുടർന്ന് രാഹുൽ അവിടെ നിന്ന് പോയതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് എത്തുകയും ചെയ്തു. 12 മണിയോടെ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോകേണ്ടതിനാൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗം ചുരുക്കി പെട്ടെന്ന് മടങ്ങി. ഇതിനുശേഷം രമേശ് ചെന്നിത്തല സമരവേദിയിൽ എത്തിയതിനു പിന്നാലെ രാഹുൽ വീണ്ടും അവിടെ എത്തുകയായിരുന്നു. പ്രതിപക്ഷവുമായി ബന്ധപ്പെടുത്തി വാർത്ത പ്രചരിപ്പിച്ചത് കുത്തിത്തിരിപ്പിന് വേണ്ടി
വേണ്ടിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അമ്മമാർ ക്ഷണിച്ചതുകൊണ്ടാണ് സമരപ്പന്തലിൽ എത്തിയതെന്നും അമ്മമാർ മക്കളെ ഇറക്കിവിടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ആശമാരുടെ സമരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകീർത്തിച്ചു. അമ്മമാർ തോൽക്കില്ല, അതിനാൽ ആശമാരും തോൽക്കില്ല. അമ്മമാരെ തെരുവിലിരുത്തിയവർ നന്നാകില്ല എന്നും രാഹുൽ പറഞ്ഞു. നേരത്തെ ആശാപ്രവർത്തകരുടെ സമരവേദിയിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നു. കൈകൊടുത്തും ആലിംഗനം ചെയ്തുമാണ് ആശാപ്രവർത്തകർ രാഹുലിനെ വരവേറ്റത്. നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമായിരുന്നു രാഹുൽ ആശമാരുടെ സമരവേദിയിൽ എത്തിയത്. സമ്മേളനം തുടങ്ങുമ്പോഴും രാഹുൽ സമരവേദിയിൽ ഉണ്ടായിരുന്നു. അതിനിടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്താൻ വൈകുന്നത് രാഹുൽ അവിടെ ഉള്ളതുകൊണ്ടാണെന്ന് അഭ്യൂഹം ഉയരുകയായിരുന്നു. തുടർന്ന് രാഹുൽ അവിടെ നിന്ന് പോയതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് എത്തി. 12 മണിയുടെ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോകേണ്ടതിനാൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗം ചുരുക്കി പെട്ടെന്ന് മടങ്ങി. ഇതിനുശേഷം രമേശ് ചെന്നിത്തല സമരവേദിയിൽ എത്തിയതിന് പിന്നാലെ രാഹുൽ വീണ്ടും അവിടെ എത്തി. ഇതാണ് ശരിക്കും ഒരു ചില അഭ്യൂഹങ്ങളിലേക്ക് നയിച്ചത്. പ്രത്യേകിച്ച് രാഹുൽ വേദിയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണോ പ്രതിപക്ഷ നേതാവ് വരാൻ വൈകിയത്? മാത്രമല്ല, എന്തുകൊണ്ട് രാഹുൽ പ്രതിപക്ഷ നേതാവ് വരുന്നതിന് തൊട്ട് മുന്നേ പോയി വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം വീണ്ടും എത്തുകയും ചെയ്തു? പ്രതിപക്ഷ നേതാവ് രാഹുൽ ആ വേദിയിൽ ഉണ്ടെങ്കിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചു. അങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങളിലേക്ക് ഈ സംഭവ വികാസം നയിച്ചിരുന്നു. നാടകീയമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. അതേസമയം തനിക്ക് നേരെ ഉയർന്ന ഗുരുതര ലൈംഗിക ചൂഷണ പരാതികളിൽ നിശബ്ദത തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. യുവതിയെ ഗർഭചിത്രം ചെയ്യാൻ നിർബന്ധിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ശബ്ദരേഖയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചില്ല. പുറത്തുവന്ന ഓഡിയോ താങ്കളുടേതാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ കുത്തിത്തിരിപ്പിന് ഇറങ്ങിയിരിക്കുവാണോ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. ആ ഓഡിയോ ആണോ കുത്തിത്തിരിപ്പെന്ന് മാധ്യമങ്ങൾ തിരിച്ചു ചോദിച്ചപ്പോൾ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചില്ല. പീഡന പരാതി, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തു വന്നിട്ടും മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കാനോ ഒരു വിശദീകരണം നൽകാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാരുടെ സമരപന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോഴായിരുന്നു ഈ ചോദ്യം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നത്. പക്ഷെ അതിന് വ്യക്തമായ മറുപടി അദ്ദേഹം നൽകിയില്ല. അതേസമയം ഈയിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പാലക്കാട് BJP നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടതടക്കമുള്ള വിവാദങ്ങളൊക്കെ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കൊടുവിൽ തന്റെ മണ്ഡലത്തിൽ സജീവമാകുന്നു. അതിനുശേഷം നിയമസഭയിൽ എത്തുന്നു. മാത്രമല്ല, മറ്റു പൊതുപരിപാടികളൊക്കെ അദ്ദേഹം സജീവമാവുകയാണ്. ഇത്തരത്തിൽ ഒരു പൊതുപരിപാടികളൊക്കെ പങ്കെടുത്താൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ നേരിടേണ്ടി വരുമെന്ന വിമർശനങ്ങൾ, വെല്ലുവിളികളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് പൊതുവേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നത്. എന്തായാലും അദ്ദേഹം യൂത്ത് ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ്, പൊതുവേദിയിൽ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. പ്രത്യേകിച്ച് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരുന്നു.